إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹ സമ്പന്നരായ വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിതത്തെ തഖ്വയുള്ള ജീവിതമാക്കി തീർക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അതിനെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. അത്തഖ്വീമുൽ ഹിജ്രി, ഹിജ്റ കലണ്ടർ പ്രകാരം 1446 ഹിജ്റ വർഷം ഇന്ന് മഗ്‌രിബോടുകൂടി നമ്മിൽ നിന്ന് വിട പറയുകയാണ്. പുതിയൊരു ഹിജ്റ വർഷത്തിലേക്കാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പ്രവേശിക്കാൻ പോകുന്നത്. അതായത് പ്രവാചക മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിട്ട് നാളത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 1447 വർഷമായി എന്നാണ്. ഒരു പുതുവർഷം നമ്മിൽ നിന്നും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ജനുവരി എന്നുള്ളത്, അത് അവസാനിക്കുന്നത് ഡിസംബറിലാണ്. എന്നാൽ ആ മാസങ്ങൾക്ക് വല്ല പ്രത്യേകതയും ഉണ്ടോ? ഇല്ല. എന്നാൽ ഹിജ്റ കലണ്ടർ പ്രകാരം തുടങ്ങുന്ന ഒന്നാമത്തെ മാസമായ മുഹറം, ആ വർഷം അവസാനിക്കുന്ന അവസാനത്തെ മാസമായ ദുൽഹിജ്ജ മാസങ്ങൾക്കും പവിത്രതയുള്ള മാസങ്ങളാണ്. അപ്പോൾ നമ്മിൽ നിന്നും കഴിഞ്ഞു പോകുന്ന 2 മാസങ്ങൾ പവിത്രമായ മാസങ്ങളായിരുന്നു, ദുൽഖഅദയും ദുൽഹിജ്ജയും. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന മാസവും അതും പവിത്രമായ മാസമാണ്. മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, ഇന്നല്ലാഹ തതഹസന ബിശഹ്രിൻ ഹറാമിൻ വഖതമഹാ ബിശഹ്രിൻ ഹറാം. അല്ലാഹു സുബ്ഹാനഹു തആല മാസം അത് തുടങ്ങിയത് തന്നെ പവിത്രമായ മാസങ്ങൾ കൊണ്ടാണ്. ഒരു മാസത്തിന്റെ ഒരു വർഷത്തിൽ
ഒരു മാസത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ബിശഹ്രിൻ ഹറാം, പവിത്രമായ മാസം കൊണ്ടാണ് തുടങ്ങിയത്. വഖതമഹാ ബിശഹ്രിൻ ഹറാം, അത് അവസാനിക്കുന്നതും പവിത്രത കൊണ്ടാണ്. സഹോദരങ്ങളെ, മുഹറം മാസം, ആ മാസത്തിന്റെ പ്രത്യേകത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം വഅഫ്ളലുസ് സ്വലാ ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈലി ഫീ ജൗഫിൽ ലൈൽ. രണ്ട് പ്രത്യേകതകളാണ് ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പരിശുദ്ധമായ റമളാൻ നിർബന്ധമായ നോമ്പിന് ശേഷം അല്ലാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം, അള്ളാഹു മുഹറം മാസത്തെ അള്ളാഹുവിലേക്കാണ് ചേർത്തി പറഞ്ഞത്. ശഹ്റുല്ലാഹിൽ മുഹറം. മറ്റു മാസങ്ങൾക്കൊന്നും ആ പ്രത്യേകതയില്ല. അത് തന്നെയാണ് മുഹറം മാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത. അതുപോലെ തന്നെ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും അധികം ശ്രേഷ്ഠത ലഭിക്കുന്ന, പുണ്യം ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന നമസ്കാരം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നാം റബ്ബിന് വേണ്ടി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന തഹജ്ജുദ് നമസ്കാരങ്ങൾ. അതുകൊണ്ട് ഇലാഹുദുൽ തക്രീം, റബ്ബിലേക്ക് ചേർത്തി പറഞ്ഞ ശഹ്റുല്ലാഹിൽ മുഹറം, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഇട്ട പേരാണോ? അല്ല. ഇത് പണ്ടേക്ക് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അബുൽ ബശറായിക്കൊണ്ട്, മനുഷ്യരുടെ പിതാവായിക്കൊണ്ട് റഹ്മാനായ റബ്ബി ലോകത്തേക്ക് പടച്ചു വിട്ടപ്പോൾ അന്നുള്ള മാസമാണ് ഈ മുഹറം സഫർ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ പേരാണ് നൽകിയത്? റഹ്മാനായ റബ്ബാണ്. നമ്മളൊക്കെ അറബിയിൽ എണ്ണുന്ന മുഹറം, സഫർ ഒക്കെയുള്ള മാസങ്ങൾ ഇത് പണ്ടേയുള്ള മാസമാണ്. ഇതിനെന്താ തെളിവ്? വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 36-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും ദാലികൽ ദീനുൽ ഖയ്യിം ഫലാ തുളിമു ഫീഹിന്ന അൻഫുസകും. ഇത് തന്നെയാണ് തെളിവ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ അല്ലാഹുവിന്റെ കിതാബിൽ അല്ലാഹു രേഖപ്പെടുത്തി കഴിഞ്ഞു 12 മാസങ്ങൾ. 12 ശഹ്റാ യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും. എന്നിട്ട് ആ 12 മാസങ്ങളിൽ നിന്ന് 4 മാസത്തെ അല്ലാഹു ശ്രേഷ്ഠമാക്കി, പവിത്രമാക്കി. എന്നിട്ട് അല്ലാഹു പറയാണ് ദാലിക ദീനുൽ ഖയ്യിം, അത് തന്നെയാകുന്നു ഋജുവായ നേരെ ചൊവ്വയുള്ള മതം. എന്നിട്ട് അല്ലാഹു നമ്മോട് കൽപ്പിക്കുകയാണ് ഫലാ തുളിമു ഫീഹിന്ന അൻഫുസകും, ഏ മനുഷ്യരെ, ഈ പവിത്രമായ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം കാണിക്കരുത്. നിങ്ങൾ പരസ്പരം അക്രമം കാണിക്കരുത് എന്നല്ല, നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ പവിത്രമായ 4 മാസങ്ങളിൽ തിന്മ കാണിക്കരുത്, കുറ്റം ചെയ്യരുത് എന്നാണ്. അപ്പൊ മറ്റുള്ള മാസങ്ങളിൽ ഒഴിവ് ചെയ്യാമെന്നാണ് അതിന്റെ അർത്ഥം? പറ്റില്ല. എന്നാൽ ഈ 4 മാസം നമ്മൾ ഒഴിവ് ചെയ്യാലോ. മറ്റുള്ള മാസങ്ങൾ നമ്മൾ ചെയ്താൽ, തിന്മ ചെയ്താൽ എത്രയാണോ റബ്ബിന്റെ അടുത്ത് ശിക്ഷ കിട്ടുക, അതിനേക്കാൾ ഇരട്ടി ശിക്ഷ ഈ 4 മാസങ്ങളിൽ തിന്മ ചെയ്താൽ, പാപം ചെയ്താൽ, നമ്മോട് ചെയ്ത്, വേറെ ആരോടുമല്ല, നമ്മോട് തന്നെ തിന്മ ചെയ്താൽ അവർക്ക് ശിക്ഷ കിട്ടുമെന്ന്. ഇനിയോ
ഈ 4 മാസങ്ങളിൽ പുണ്യങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാലോ, സൽക്കർമ്മങ്ങൾ നിരതമായി ചെയ്തു കഴിഞ്ഞാലോ വമ്പിച്ച പ്രതിഫലവും കിട്ടും എന്നും. അതുകൊണ്ട് ഈ മുഹറം മാസത്തിൽ അതിന്റെ പവിത്രത മാനിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുകയും റബ്ബിന് ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ ജീവിതത്തിന്റെ ഉടനീളം നിർവഹിക്കുവാനും നാം പോയവരും അല്ലാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും നമ്മിൽ നിന്ന് കടന്നുപോയാൽ ഒരു സത്യവിശ്വാസി സ്വന്തത്തോടൊന്ന് ആത്മവിചാരണ നടത്തണം. മഹാനായ 2ാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, ഹസിബു ഖബ്ല അൻ തുഹസബു, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്ന മുമ്പ് നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ഒന്ന് വിചാരണ ചെയ്യുക. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ ഒറ്റക്കൊറ്റക്കായി ഹിസാബിന് വേണ്ടി നാം നിലനിൽക്കുന്ന സമയത്ത് നാം ജനിച്ചത് മുതൽ മരിച്ചത് വരെ നാം നിർവഹിച്ചിട്ടുള്ള കർമ്മങ്ങളും പ്രവൃത്തികളും എന്തൊക്കെയായിരുന്നു എന്ന് റബ്ബിനറിയാം. പക്ഷെ സൃഷ്ടിയോട് ചോദിക്കും എന്തൊക്കെ ചെയ്ത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അള്ളാഹ്ക്ക് അറിയാത്ത നേരല്ല, നമ്മളെ സൃഷ്ടിക്കണ മുമ്പ് തന്നെ നമ്മൾ ആരാണെന്നും, നമ്മൾ എവിടെ ജനിക്കുമെന്നും, എത്ര കാലം ജീവിക്കുമെന്നും, ഏത് നാട്ടിൽ കഴിയുമെന്നും, എവിടെ മരിക്കുമെന്നും, എത്ര സമ്പാദിക്കുമെന്നും, എന്തെല്ലാം ചെയ്യുമെന്നും റബ്ബ് മുമ്പേ കാലെ കുട്ടി എഴുതി വെച്ചത്. പക്ഷേ റബ്ബ് ചോദിക്കും നമ്മോട്, നമ്മളെ ബോധ്യപ്പെടുത്താൻ. റബ്ബ് നീതിമാനാണ്, അല്ലാഹു നീതിമാനാണല്ലോ. അതുകൊണ്ട് നീതിയുടെ അടിസ്ഥാനത്തിൽ തന്റെ സൃഷ്ടികൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ ഓരോന്നും ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ്, അതായത് മരണത്തിന് മുമ്പ്, നീ നിന്നെ ഒന്ന് വിചാരണ ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം. മഹാനായ ഒരു കവി പറയുകയുണ്ടായി, കാലങ്ങളും ദിവസങ്ങളും ഇങ്ങനെ കഴിയുന്നു മനുഷ്യ, നിന്റെ ജീവിതത്തിൽ തിന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, നിനക്കതാ മരണത്തിന്റെ ദൂതൻ ഒന്നിനെ പിറകെ ഒന്നായി നിന്റെ ശരീരത്തിലും നിന്റെ ചുറ്റും മരണത്തിന്റെ ദൂതൻ മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വരുന്നുണ്ട്. പക്ഷേ നിന്റെ കൽബ് എന്ന് പറയുന്നത്, നിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അശ്രദ്ധയിലാണ്. എന്താ റസൂലുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ശരീരത്തിൽ കാണുന്ന നിരകൾ, നമ്മുടെ ശരീരത്തിൽ കാണുന്ന കറുത്ത മുടി പോയി വെളുത്ത മുടി വന്നിട്ടുണ്ടോ? അത് തന്നെയാണ് നിന്റെ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന വലിയ താക്കീതുകാരെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ കവി നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഐഹികമായ ജീവിതം ഏത് സമയത്തും നമ്മൾ ഇവിടെ നിന്ന് പോകാം. നമ്മൾ എന്ന് പറഞ്ഞാൽ അയ്യാമും മജ്മൂഅ, ഒരു കൂട്ടം ദിവസങ്ങൾ ചേർത്ത് വെച്ചാൽ എന്താണോ അതാണ് നമ്മൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ സിറാജി നഅലി വന്നാറു മിസ്ലു ദാലിക. ഏ മനുഷ്യ, നിനക്കുള്ള സ്വർഗം നിന്റെ ചെരുപ്പിന്റെ വാറിന്റെ അടുത്തുണ്ട്. നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്ത് നിന്റെ സ്വർഗമുണ്ട്. വന്നാറു മിസ്ലു ദാലിക, നരകവുമുണ്ട് അതുപോലെ. അതെന്താ അങ്ങനെ പറയുന്നത്? നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കാം ഏകദേശം നീ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ. മരിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്തും റഹ്മത്തിന്റെ മലക്കുമാണോ നിന്നെ സ്വീകരിക്കാൻ വരുന്നത്? സന്തോഷിക്കാം. സലാമുൻ അലൈക്കും തിബ്തു, സലാമുൻ അലൈക്കും സബർതു എന്നുള്ള വാക്കുകൾ കേട്ട് മലക്കുൽ മൗത്ത് നിന്നെ സ്വീകരിക്കാൻ വന്നാൽ നിനക്ക് സന്തോഷിക്കാം. നല്ലൊരു മരണമാണ്, ഹുസ്നുൽ ഖാത്തിമയാണ് എനിക്ക് അല്ലാഹു ഏകിയിട്ടുള്ളത്. എല്ലാ അദാബിന്റെ മലക്കുകളും ആണോ നിന്നെ പേടിപ്പെടുത്തുന്ന രൂപത്തിലാണോ
മലക്കുൽ മൗത്ത് നിന്റെ റൂഹിനെ പിടിക്കാൻ വരുന്നത്, നിനക്ക് അന്ന് തുടങ്ങാം എണ്ണിക്കോ നിന്റെ ജീവിതത്തിലെ ഈ പരാജയങ്ങളായിരിക്കും. മരണമില്ലാത്ത ജീവിതത്തിലേക്കാണ് നീ പ്രവേശിക്കുന്നത്. ഒരു തവണയാണ് നീ മരിക്കൂ, പിന്നീട് നിനക്ക് ജീവിതമാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാലങ്ങളും വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ ഒരു സത്യവിശ്വാസി അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ക്രമപ്പെടുത്തുവാനുമാണ് ശ്രമിക്കേണ്ടത്. അമൽ സ്വാലിഹാത്തുകളുടെ ജീവിതത്തിലെ ധാരാളമായി വർദ്ധിപ്പിക്കാനാണ് ചോദിക്കേണ്ടത്. കാരണം ഏത് സമയത്തും എവിടെ വെച്ചും മരിക്കാം. കാരണം അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന, ഒരു പടപ്പിലും അള്ളാഹ് അറിയിച്ചു കൊടുക്കാത്ത 5 കാര്യങ്ങളുണ്ട്. ഗൈബിയായ 5 കാര്യം ഒരു ആയത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാനത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നീ എവിടെ വെച്ച് എപ്പോൾ മരിക്കുമെന്ന് മനുഷ്യ നിനക്കറിയുകയില്ല. നാളെ നീ എന്ത് ചെയ്യുമെന്നും നിനക്കറിയില്ല. അത് അള്ളാഹ് ആർക്കും പഠിപ്പിച്ചു കൊടുത്തില്ല. അത് അള്ളാഹുവിന്റെ ഗൈബിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, അള്ളാഹ് പറഞ്ഞു വിശുദ്ധ ഖുർആൻ സൂറത്തു സബയിലെ 13ാമത്തെ ആയത്തിലൂടെ ഇഅ്മലൂ ആല ദാവൂദ ശുക്ര വഖലീലും മിൻ ഇബാദിയശ് ശുകൂർ. ദാവൂദ് അലൈഹിസ്സലാമിന്റെ കുടുംബമേ, അല്ലാഹുവിന് ശുക്ർ ചെയ്ത് നിങ്ങൾ അമലുകൾ ചെയ്യുക. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ശുക്ർ ചെയ്യുക. എന്താ ശുക്ർ ചെയ്യുക? അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക. അതാണ് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിനും കുടുംബത്തിനും വമ്പിച്ച അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് സാധിക്കും, പഠിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും. രാജാധികാരങ്ങൾ നൽകി, അതുപോലെ തന്നെ മറ്റുള്ള നബിമാർക്ക് കൊടുക്കാത്ത പല അത്ഭുതങ്ങളും മുഅ്ജിസത്തുകളും ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്, അതുപോലെ തന്നെ സുലൈമാൻ നബിക്കൊക്കെ നൽകി. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് നൽകിയത് മനുഷ്യ ശുക്ർ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്ത് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്ന വാക്കുണ്ട്, വഖലീലും മിൻ ഇബാദിയശ് ശകൂർ. പക്ഷേ അല്ലാഹുവിനെ നന്നായിട്ട് ശുക്ർ ചെയ്യുന്ന ആളുകൾ എന്റെ അടിമകളിൽ വളരെ കുറച്ച് മാത്രമേ. ഷാക്കിർ എന്ന പദത്തിനേക്കാൾ വിപുലമായ അർത്ഥമുള്ള ഒരു പദമാണ് ശുക്ർ. അല്ലാഹുവിന്റെ ഇസ്മും കൂടിയാണ്, നാമം കൂടിയാണ്. ശുക്ർ ചെയ്യുക എന്നുള്ള അർത്ഥമാണ് ഷാക്കിർ. എന്നാൽ ശകൂർ എന്ന് പറഞ്ഞാലോ അങ്ങേയറ്റം വിപുലമായി ശുക്ർ ചെയ്യുക. അതിന്റെ അർത്ഥം എന്താ? ഇടവറ്റ് തടവില്ലാതെ റബ്ബിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട്, റബ്ബിനെ ഓർത്തുകൊണ്ട്, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്, സ്വർഗം കാംക്ഷിച്ചുകൊണ്ട്, അല്ലാഹ് തന്ന ഈ ആയുസ്, അല്ലാഹ് തന്ന ഈ സമയം, അല്ലാഹ് തന്ന ഈ ആരോഗ്യം റബ്ബിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ മാത്രം പ്രവർത്തിക്കുക. അതാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ. മഹാനായ താബിഈ പണ്ഡിതൻ ഹിജ്റ 2ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ്, മനുഷ്യൻ സാമൂഹ്യ ജീവിയാണെങ്കിലും അവൻ ഒറ്റപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ട്, അവൻ മാത്രമാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങൾ അദ്ദേഹം എണ്ണി പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം നമ്മോട് ചോദിക്കുന്നുണ്ട്, മാലി വലിന്നാസ്, ഞാനും മനുഷ്യരും തമ്മിൽ എന്താണ് ബന്ധം? ഞാനും മനുഷ്യന്മാരും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, കുന്തു ഫീ ബത്നി ഉമ്മി വഹ്ദി, ഞാൻ എന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒറ്റക്കായിരുന്നു. അത് നമ്മൾ ഒറ്റക്കാണ്. വഹദതു ഇല ദുനിയ വഹ്ദി, ഞാൻ എന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രസവിച്ച് വീഴുമ്പോൾ ഒറ്റക്കാണ്. വഅബൂതു വഹ്ദി, ഞാൻ മരിക്കുന്നതും ഒറ്റക്കാണ്. വഅദ്ഖിലു ഖബരി വഹ്ദി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രവേശിക്കുന്ന ഖബറിടവും അവിടെയും ഞാൻ ഒറ്റക്കാണ്. വഉസ്അൽ വഹ്ദി, ഖബറിടത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുന്ന സമയത്തും ഞാൻ ഒറ്റക്കാണ്. വഉബഅസു മിൻ ഖബരി വഹ്ദി, അതുപോലെ നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്തും ഞാൻ ഒറ്റക്കാണ്.
റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കുന്ന സമയത്തും ഞാൻ ഒറ്റക്കാണ്. ഇനി അല്ലാഹു എനിക്ക് സ്വർഗ്ഗം നൽകിയാണെങ്കിൽ ആ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത് ഞാൻ ഒറ്റക്കാണ്. ഇനി ഞാൻ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെയും ഞാൻ ഒറ്റക്കാണ്. എന്നിട്ട് മഹാനവർ ചോദിക്കാൻ, ഈ ഘട്ടങ്ങളിലേക്ക് എന്നെ സഹായിക്കാൻ, എന്നെ രക്ഷപ്പെടുത്താൻ, എന്നെ പ്രബലമായി എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഈ പറയുന്ന സമയത്തെല്ലാം ആരാണ് എനിക്കുണ്ടാവുക? എന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ചോദ്യം, പിന്നെ ഞാനും മനുഷ്യന്മാർ തമ്മിൽ എന്താകുന്നു? ഇതിന്റെ അർത്ഥം നമ്മുടെ മനുഷ്യന്മാർ തമ്മിൽ തീരെ ബന്ധം പാടില്ല എന്നല്ല. പക്ഷെ നമ്മൾ ഒറ്റക്കാകുന്ന സമയമുണ്ട്. ഈ പറയുന്ന രംഗങ്ങളിൽ നമ്മളെ സഹായിക്കാൻ ആരുമുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ അബ്സയിൽ അല്ലാഹു പറയുന്നു, യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സാഹിബതി വ അഖി വ ഫസീലതി അല്ലതി യൗമ യഫിറുൽ മർഉ മിൻ അഖി. അന്ന് ഓരോ മനുഷ്യനും തന്റെ സഹോദരനെ വിട്ടുപോകുന്ന ദിവസമുണ്ട്. വ ഉമ്മിഹി വ അബി, തന്നെ പ്രസവിച്ച് തന്നെ പോറ്റി വളർത്തിയ തന്റെ ഉമ്മയും ഉപ്പയും വിട്ടുപോകുന്ന ദിവസമുണ്ട്. തനിക്ക് കൂടപ്പിറപ്പായി, തനിക്ക് തണലായി, തന്നെ സന്തോഷിപ്പിക്കുവാനും തനിക്ക് വേദനകളും പ്രയാസങ്ങളും വരുമ്പോൾ തനിക്ക് താങ്ങും തണലുമായി തന്റെ ഇണയുണ്ട്. ആ ഇണയുന്നില്ല. അതുപോലെ തനിക്ക് കൺകുളിർമയായി തന്നെ എപ്പോഴും സന്തോഷിപ്പിച്ചിരുന്ന ചോമന മക്കൾ തന്റെ കൂടെയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒറ്റപ്പെടുന്ന ദിവസത്തിൽ റബ്ബേ നമ്മുടെ ഉണ്ടാവുകയുള്ളൂ, റബ്ബിന്റെ സഹായമേ ഉണ്ടാകും. അതുകൊണ്ട് കർമ്മങ്ങൾ നിരതമാവുക. ഇനിയുള്ള മാസങ്ങളും ദിവസങ്ങളും റബ്ബിലേക്കാണ്. ഏത് സമയത്ത് വിളിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട്, സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട്, റഹ്മത്തിന്റെ മലക്കുകൾ ആശീർവാദം കേട്ടുകൊണ്ട് മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ ശ്രമിക്കുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെ നിങ്ങളെ ഉണർത്തുകയാണ് വസിയ്യത്ത്. മഹാനായ ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ്. അദ്ദേഹം പറയുന്നു, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ്നു ഫീ സുഫ. ഞങ്ങൾ സുഫയിലാകുന്ന സമയത്ത് പ്രവാചകൻ ഞങ്ങളിലേക്ക് പ്രവേശിച്ചു. എന്താ സുഫ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ പാവപ്പെട്ട സഹായിമാരുണ്ടായിരുന്നു. അവരെ സംരക്ഷിക്കുവാനോ അവർക്കൊരു വീട് നൽകുവാനോ ആരുമില്ലായിരുന്നു. അത്രയും പാവപ്പെട്ട ഫക്കീറന്മാരും. അവർ കുടുംബക്കാരില്ലായിരുന്നു മദീനത്തിൽ. അവരുടെ താമസവും ജീവിതവും എല്ലാം മസ്ജിദുൽ നബവിയുടെ അൽ മദീനത്തുൽ മുനവ്വറയുടെ ചാരത്തായി. അവരാണ് സുഫക്കാർ. ഞങ്ങളുടെ മറ്റേ സുഫല്ല, ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നത്. അവരാവും പകരം അവിടെയാണ്. കാരണം അവർക്ക് ആരുമില്ല, അവർക്ക് വീടില്ല, അവർക്ക് സങ്കേതങ്ങളില്ല, കുടുംബക്കാരുമില്ല. അങ്ങനത്തെ അവിടെയുള്ള സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു, ഫഖാല അയ്യകും യുഹിബ്ബു അൻ യഅദുവ കുല്ല യൗമിൻ ഇലാ ബുത്ഹാൻ ഔ ഇലൽ അഖീഖ്. മദീനയുടെ തൊട്ടടുത്തുള്ള പ്രദേശമാണ് ബുത്ഹാൻ അഖീഖ്. ഈ ബുത്ഹാനിലേക്കും അഖീഖിലേക്കും പോകുവാൻ ആർക്കാണ് ഇഷ്ടമില്ലാതിരിക്കും? അവിടെ ചെന്നുപോയി നല്ല മുന്തിയ തരമുള്ള വിലപിടിപ്പുള്ള പൂജയുള്ള ഒട്ടകം 2 ലഭിക്കുവാൻ, വെറുതെ കിട്ടുവാൻ ആർക്കാണ് ഈ കൂട്ടത്തിൽ ഇഷ്ടമില്ലാതെന്ന് ചോദിച്ചു. സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾ മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ് നുഹിബ്ബു ദാലിക, ഞങ്ങൾക്ക് അത് ഇഷ്ടമാണ്. കാരണം
പിടിച്ചുപറിയില്ലാതെ, കുടുംബബന്ധം കുറിക്കാതെ, കട്ടുകൊണ്ടുവരാതെ, അതിക്രമമായി പിടിച്ചുകൊണ്ടുവരാതെ നല്ല രൂപത്തിൽ, നല്ല വിലപിടിപ്പുള്ള, കാരണം ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വില കൂടിയ വാഹനം ഏതാണോ ആ വാഹനത്തിന് നാക്കത്തേനി കൗമാവേനി എന്ന് പറഞ്ഞത്. അത്ര വിലപിടിപ്പുള്ള മുന്തിയ രണ്ടൊട്ടകം. ആ ഒട്ടകം ബുദ്ഹാനിലും അക്കീക്കയിൽ പോയി നിങ്ങൾക്ക് സ്വന്തമായി കൊണ്ടുവരാൻ ഇഷ്ടമില്ലാത്തവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് വെച്ചപ്പോ അവരെന്താ പറഞ്ഞു? ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട് റസൂലേ. എന്താ റസൂലുള്ളാഹിന്റെ മറുപടി? അഫലാ യഅദു അഹദുകും ഇലൽ മസ്ജിദി ഫയഅലമു വയഖറഉ ആയതൈൻ മിൻ കിതാബില്ലാഹി അസ്സ വജല്ല ഖൈറുൻ ലഹു മിൻ നാഖതൈൻ. എന്നാൽ കേട്ടോളി, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോയി അള്ളാഹുവിന്റെ കലാമെടുത്ത് ഒരു 2 ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ, ഏറ്റവും വിലപിടിപ്പുള്ള മുന്തിയ 2 ഒട്ടകം നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ് 2 ആയത്ത് ഓതിയാൽ. ഇനി 3 ആയത്ത് ഓതിയാലോ 3 ഒട്ടകം ലഭിക്കും. 4 ആയത്ത് ഓതിയാലോ 4 ഒട്ടകം. നിങ്ങൾ എത്ര ആയത്താണ് അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി പഠിക്കുകയും അത് ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും വില കൂടിയ കോടി രൂപ കൊടുത്ത് കിട്ടുന്ന ഈ മുന്തിയ തരത്തിൽ ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ നമ്മളും തമ്മിലുള്ള അടുപ്പം എത്രയാണ്! റബ്ബിന്റെ കലാം നമ്മുടെ മനസ്സിൽ എത്രമാത്രം സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലം. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്, ഖുർആനിന്റെ ആളുകളാണ്. റബ്ബിന്റെ കലാം അത് നമ്മുടെ എത്രമാത്രം ജീവിതത്തിൽ പകർത്തുന്നുണ്ട്, അതിനനുസരിച്ച് ജീവിക്കുന്നുണ്ട്. ഇത്രയെത്രയൊക്കെ പ്രതിഫലം ഒരിക്കലും കള്ളം പറയാത്ത പ്രവാചകൻ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായി ഇനിയുള്ള മാസങ്ങളും ദിവസങ്ങളും അള്ളാഹുവിന്റെ കലാം പഠിക്കുവാനും അതുപോലെ തന്നെ അത് അറിയുവാനും കലാം ധാരാളം ഓതുവാനും റബ്ബിനോടുള്ള സാമീപ്യം നേടുവാനും നല്ലൊരു ജീവിതം ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി സ്വർഗീയ ജീവിതം കാക്ഷിച്ചുകൊണ്ട് നല്ല മനുഷ്യന്മാരായി ജീവിക്കാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന് പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് ഏവർക്കും പുറത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين والمستضعفين في فلسطين وغزة وسوريا ولبنان. اللهم انصر المسلمين في بلاد الهند. اللهم اعز الإسلام والمسلمين وأذل الشرك المشركين. اللهم دمر أعداءك وأعداء الدين. اللهم دمر أعداءك وأعداء الدين. اللهم مزق ملك الكافرين وشتت شمل الكافرين. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين من المسلمين واقض الدين عن المدينين. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين. اقيم الصلاه.